കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവീനെന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ചേ, യേശു കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിന് ശേഷം പ്രാർത്ഥിക്കുവാനായിട്ട് പതിവ് പോലെ ഒലിവുമലയിലേക്ക് കയറിപ്പോകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രാർത്ഥനയ്ക്കായിട്ട് കയറിപ്പോകുന്ന സമയത്ത് യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെ വെച്ചാണ് യേശു പിടിക്കപ്പെടാൻ പോകുന്നത്. യേശു കർത്താവ് കള്ളന്മാരുടെ കയ്യാൽ അല്ലെങ്കിൽ അധർമ്മികളുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യാൻ പോകുന്നു എന്നുള്ളത് യേശു കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ക്രൂശീകരണത്തിലേക്ക് ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെട്ടു. ഗബദ എന്ന പിലാത്തോസിൻ്റെ മുറ്റമെന്നറിയപ്പെടുന്ന കൽത്തളത്തിൽ വെച്ച് അവൻ തകർക്കപ്പെടുകയാണ്. ഗോൽഗോൽത്ത മലമുകളിൽ അവൻ ക്രൂശിക്കപ്പെടുകയാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പിടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. ഈ 3 സ്ഥലങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. എന്നാൽ യേശു കർത്താവ് ഈ പിടിക്കപ്പെടുന്നതിന് മുൻപായും തകർക്കപ്പെടുന്നതിന് മുൻപായും ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായും അതിനെ അതിജീവിക്കേണ്ട ശക്തി പിതാവാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പരീക്ഷകൾ കടന്നു വരും. പക്ഷേ പലപ്പോഴും പരീക്ഷകളെ പ്രതി നമ്മൾ തകർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ശക്തി നമ്മളിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എല്ലാ പരീക്ഷകൾക്ക് പിറകിലും ഒരു നീക്കുവഴി ഉണ്ടെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ആ പരീക്ഷയെ സഹിക്കേണ്ട ഒരു ദൈവശക്തി നമ്മുടെ മേൽ അനിവാര്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നാളുകളിലോ അടുത്ത നാളുകളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകാൻ ഇല്ലെങ്കിൽ അനുഭവിക്കാനിരിക്കുന്ന കഷ്ടങ്ങളെ അതിജീവിക്കേണ്ട ഒരു ദൈവശക്തി നമ്മൾ ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യേശു കർത്താവ് ഗത്സമനയ്ക്കകത്ത് കയറുന്നതിന് മുൻപേ ആ വിഷയം യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗത്സമനയിലേക്ക് പോകുമ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊരു ഭാഗം. എന്നാൽ യേശുവിന് നിശ്ചയമായിട്ടൊരു ബോധ്യമുണ്ട്, ഇതിനെ അതിജീവിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പരീക്ഷ യേശു ജയിക്കുമെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ പരീക്ഷയെ ജയിക്കാൻ ശിഷ്യന്മാർ കഴിയത്തില്ലെന്നുള്ളതും യേശുവിന് അറിയാം. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, പരീക്ഷകളെ ജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടവരണം. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ പരീക്ഷയെ ജയിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. നമ്മുടെ മുൻപിൽ വരുന്ന ഏത് തരത്തിലുള്ള ഏത് വിധത്തിലുള്ള ചെറുതാകാം വലുതാകാം ഏത് പരീക്ഷകളെയും ജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിച്ച് നമുക്ക് പരീക്ഷകളെ അതിജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാനിടയാകും. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകിടെയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട്. മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.